ജ്യോതിഷപങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 മെയ് മാസ ഫലമാണ്. മെയ് മാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് ഇന്ന് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം മെയ് മാസത്തിൽ ഇപ്പോൾ വ്യാഴത്തിന്റെ സ്ഥിതി അനുസരിച്ച് വളരെ നല്ല സമയമാണ്. ദൈവാധീനമുണ്ട്. അതായത് മേടം രാശിയിൽ ആദിത്യൻ ഇപ്പോൾ അത് തൊഴിൽ സ്ഥാനാധിപൻ ഉച്ചനായിട്ട് നിൽക്കും. വ്യാഴമാകട്ടെ 2-5 ഭാവാധിപത്യം കൊണ്ട് ത്രികോണാധിപത്യം കൂടിയുള്ള വ്യാഴമാണ് നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നത്. അത് ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെ നല്ലതാണ്. ദൈവാധീനം അത് സാഗരയോഗം പ്രദാനം ചെയ്താണ് വൃശ്ചികം രാശിക്കാർക്ക് ഉള്ളത്. സ്വന്തം നാട് വിട്ട് ജോലി ചെയ്യുക, അത് സാഗരങ്ങൾ കടന്നു പോകാം. യൂറോപ്യൻ കൺട്രീസിലായാലും അതല്ല ഇനി മറ്റ് ഗൾഫ് കൺട്രീസിലായാലും പോകുന്നതിനും സ്വന്തം നാട് വിട്ട് നിൽക്കുക, അതിന് വളരെയധികം പ്രാധാന്യം ഉള്ള ഒരു മാസമാണ് ഈ വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഉള്ളത്. സ്ഥാനഭ്രംശസ്ഥാനത്തിന്റെ അധിപനായിരിക്കുന്ന ശുക്രൻ നിവൃത്തി സ്ഥാനത്തിന്റെ കൂടി അധിപനാണ്. അത് ഒരു പരിവർത്തന മഹായോഗത്തോടു കൂടി ആണ് നിൽക്കുന്നത്. 7-ഉം അതുപോലെ തന്നെ 5-ഉം തമ്മിൽ ഉള്ള പരിവർത്തനമാണ്. അത് സ്വന്തം നാട് വിട്ട് കലാരംഗവുമായി ബന്ധപ്പെട്ടും പര്യടനം നടത്തുന്നതിനും പുതിയ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന രീതിയിൽ പുതിയ ഉടമ്പടികളിൽ ഒപ്പുവെച്ച് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നതിനും പുതിയ പുതിയ സീരിയൽ രംഗത്തായാലും സിനിമയ്ക്കായാലും മറ്റ് ഏതെങ്കിലും കലാ രംഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് പുതിയതായിട്ട് ചില സുഹൃത്തുക്കളെ കിട്ടുകയും തൊഴിൽ പുരോഗതി വന്നു ചേരുവാനും ഏറ്റവും ഉത്തമമായിരിക്കുന്ന ഒരു മാസം. പ്രായമായ മാതാപിതാക്കളെ സംബന്ധിക്കുന്നിടത്തോളം കുട്ടികൾക്ക് വളരെ അനുകൂലമായ കാലം. മക്കളോടൊക്കെ ഒത്ത് ഐശ്വര്യപൂർണവും സന്തോഷവുമായ കുടുംബജീവിതം നയിക്കുവാൻ ഏതാനും ദിവസങ്ങളെങ്കിലും സാധിക്കും. അതായത് പ്രത്യേകിച്ച് നാട് വിട്ടൊക്കെ പോയിരിക്കുന്ന മക്കള് നാട്ടിൽ വരികയും മാതാപിതാക്കളോടൊക്കെ ഒത്ത് സന്തോഷകരമായി ജീവിക്കുവാനും സാധിക്കും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. പൊതുവെ ഈ രാശിക്കാർക്ക് ആരോഗ്യം മെച്ചപ്പെട്ട് നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. കണ്ടകശനിയൊക്കെ മാറി നിൽക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ സാമ്പത്തിക അഭിവൃദ്ധികളും വന്നു ചേരും. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഫിക്സഡ് ഡിപ്പോസിറ്റുകൾക്ക് വരെ ഇളക്കം വരാം, അങ്ങനെയുള്ള ഒരു സമയമാണ്. അതായത് വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ പറ്റാതെ വരിക. എവിടുന്നേലും ഒരു 1000 രൂപ കയ്യിൽ കിട്ടുമ്പോഴായിരിക്കും ഏറ്റവും അടുത്ത സുഹൃത്തോ വേണ്ടപ്പെട്ടവരോ ഒരു 2000 രൂപ എമർജൻസിയാണ്, കടം ആയിട്ട് വേണം എന്ന് പറഞ്ഞ് വരിക. അപ്പോൾ തൊട്ടടുത്തുനിന്നുകൂടി വാങ്ങിച്ച് 1000 രൂപ കടം വാങ്ങിച്ച് കൊടുക്കേണ്ട ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ഒരു ഉദാഹരണം സൂചിപ്പിച്ചുവെന്ന് മാത്രം. അങ്ങനെയൊക്കെ സമ്പത്ത് നഷ്ടപ്പെടുക എങ്ങനെയായാലും പിന്നെ അത് ചിലപ്പം കിട്ടാൻ സാധിച്ചെന്ന് വരികയില്ല. അവരെ സഹായിച്ചില്ലെങ്കിൽ പറ്റുകയുമില്ല, അവർക്ക് തരാൻ കാണുകയുമില്ല. അങ്ങനെയൊക്കെ ചില സാമ്പത്തിക ക്ലേശങ്ങൾ ഉണ്ടാകുവാൻ, മനക്ലേശങ്ങൾ ഉണ്ടാകുവാനൊക്കെ സൂചനയുണ്ട്. എന്നിരുന്നാലും കടങ്ങളൊക്കെ വീടും. കണ്ടകശനിയൊക്കെ മാറിയല്ലോ. കടങ്ങളൊക്കെ വീടി തൊഴിൽപരമായ പുരോഗതികളൊക്കെ വന്നു ചേരുന്നതിന് സ്വന്തം നാട്ടിലായാലും ഒരു തൊഴിൽ പുരോഗതി വന്നു ചേരുവാൻ നല്ല ഭാഗ്യമുള്ള ഒരു സമയമാണ്. ചൊവ്വ ബലവാനായിട്ട് ഏതാനും ദിവസങ്ങളും ആഴ്ചകളും ഒക്കെ നീചഭംഗം ചെയ്താണ് അവിടെ ഭാഗ്യസ്ഥാനമായ 9-ാം ഇടത്ത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കടങ്ങളൊക്കെ വീടുക, കേസുകളൊക്കെ ഉണ്ടെങ്കിൽ വിട്ടുപോവുക, നിയമപരമായ പ്രശ്നങ്ങൾ പോലീസ് സ്റ്റേഷൻ കയറിയോ
കോടതി കയറിയോ ഒക്കെ വിഷമിച്ച് നിൽക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മുക്തി നേടുവാൻ ഈ മെയ് മാസം ദൈവാനുഗ്രഹം ഉണ്ടാകും. സുഹൃത്തുക്കളെ കൊണ്ടും സഹോദര സ്ഥാനീയരെ കൊണ്ടും സഹായങ്ങൾ ഉണ്ടാകും. വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവർ സാഹസികമായ രീതിയിൽ വാഹനം കൈകാര്യം ചെയ്യുവാനായിട്ട് പാടില്ല. വളരെ അധിക ശ്രദ്ധ ആവശ്യമാണ്. കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും, ഇനി അതല്ല ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നവരായാലും, മെക്കാനിക്കൽ വാഹനവുമായി ബന്ധപ്പെട്ട മറ്റു തൊഴിലുകളൊക്കെ ചെയ്യുന്നവർക്കും ഒക്കെ പുരോഗതി വന്നു ചേരുവാൻ യോഗമുള്ള ഒരു സമയമാണ്. പുതിയ വാഹനം വാങ്ങണമെന്ന് ദീർഘകാലമായിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ഒരു ധനാഗമന യോഗം ഉണ്ടാകുകയും വാഹനം വന്നു ചേരുവാൻ ഈ വൃശ്ചികം രാശിക്കാർക്ക് യോഗമുണ്ട്. വാഹനകാരകനായിരിക്കുന്ന ശുക്രന്റെ സ്ഥിതി കൊണ്ടും വാഹനഭാവത്തിന്റെ അധിപന്റെ സ്ഥിതി കൊണ്ടും ഒക്കെ നോക്കുമ്പോൾ നല്ല ദൈവാധീനവും ഒക്കെ ഉള്ള സമയമാണ്. അത് മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരും മറ്റ് അധ്യാപകരായിരിക്കുന്നവർക്കും ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കും മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെയായി ബന്ധപ്പെട്ട തീരദേശങ്ങളിൽ വളരെ വലിയ ഒരു ജനസംഖ്യ ഉണ്ട്. അവർക്കൊക്കെ അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ്. ഒരു ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമാണ്. അതുപോലെ തന്നെ ബ്യൂട്ടി പാർലർ നടത്തുക, അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇന്റീരിയർ ഡിസൈനിങ്, എക്സ്റ്റീരിയർ ഡിസൈനിങ്, ആ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്നവരായാലും ചെറിയ ചെറിയ സബ് കോൺട്രാക്ടേഴ്സ് ഒക്കെ ആയിട്ട് ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമായിരിക്കുന്ന ഒരു മാസമാണ്. വന്നു ചേരുന്ന അവസരങ്ങൾ വിനിയോഗിക്കുക, വിജയിക്കും. ദോഷമുണ്ട് എന്ന് പറഞ്ഞ് മാത്രം ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. യഥാശക്തി അനുസരിച്ച് പ്രാർത്ഥന ചെയ്യുക. ഏതു മതസ്ഥരായാലും അവരവരുടെ മത വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുക, ദാനധർമാദികളൊക്കെ ചെയ്യുക. അപ്പോൾ തീർച്ചയായും ശ്രേയസ്സും യശസ്സും വന്നു ചേരുകയും വിജയങ്ങൾ വന്ന് സന്തോഷകരമായി ജീവിക്കുന്നതിന് ഏറ്റവും പ്രധാനപരമായ ആവശ്യം ക്ഷമയും വിട്ടുവീഴ്ചയുമാണ്. ദേഷ്യപ്പെട്ട ഒരാൾ വന്നാലും നമ്മൾ ക്ഷമയോടുകൂടി അതിനെ സമീപിച്ചാൽ അത് നമുക്ക് വിജയത്തിലെത്തിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് അവസരമുണ്ട്. വിവാഹ തടസ്സമായാലും, തൊഴിൽ തടസ്സമായാലും, കടം വീടുന്ന കാര്യത്തിലായാലും, സന്താന കാര്യത്തിലായാലും ഒക്കെ എല്ലാവർക്കും വളരെ ടെൻഷനൊക്കെ ഉള്ളവർക്ക് ആ കാര്യങ്ങൾക്കൊക്കെ എന്താണ് നിവൃത്തി ഉണ്ടാകുക, അതിനെക്കുറിച്ചൊക്കെ അറിയുവാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.